അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ 3-4 ദിവസം കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. തൽക്കാലം കിട്ടുന്നില്ല. അങ്ങനെ ഫരീദാബാദിലെത്തി ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് എടുത്തുകൊണ്ട് പിന്നെ സ്ലീപ്പറിൽ വല്ലതും ആരോട് സംസാരിച്ച് എന്തെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്ന തരത്തിലേക്ക് നാളത്തേക്ക് ടിക്കറ്റിന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ വരുന്ന വഴിക്കാണ് ഒരു കാഴ്ച കാണാനിടയായത്. അത് രസകരമായ ഒരു കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ടപ്പം വളരെ ചീറ്റി തോന്നിയ ഒരു കാഴ്ച. അത് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരാം. അപ്പോൾ വീഡിയോ തിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുക എന്താണ് ഈ വീഡിയോ കണ്ട് അത്ര ചിരിക്കാനുള്ളത് മറ്റൊന്നുമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിലേക്കാണ് ആ റോഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂരാണെന്ന് തോന്നുന്നു. ഡൽഹി ടു ബാംഗ്ലൂർ ഹൈവേ ആണ്, മെയിൻ ഹൈവേ ആണ്. അതിൻ്റെ മണ്ടയ്ക്കൂടെ അതാണ്ട് ആ കാണുന്നതാണ് ഓൾഡ് മെട്രോ സ്റ്റേഷൻ. ഇപ്പുറത്ത് കാണുന്ന ഇതാണ് ഓൾഡ് ഫരീദാബാദ് റെയിൽവേ സ്റ്റേഷൻ. മെട്രോ സ്റ്റേഷൻ റോഡിൻ്റെ ഹൈവേയുടെ ഇപ്പുറത്തെ സൈഡും. ഇപ്പം ഞാൻ ഓൾഡ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ നാട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ഹൈവേ ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫ്ലൈ ഓവർ കയറി നമുക്ക് പോവാം. ഈ സ്റ്റെപ്പ് കയറി പോകുന്നവർക്ക്, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നവർക്ക് ഇതുവഴി സ്റ്റെപ്പ് കയറി താഴോട്ടിറങ്ങാം. അപ്പുറത്ത് ഈ പറയുന്ന ഈ എമർജൻസി, അതായത് എന്താ പറയുന്നത്, ഈ വീൽ ചെയറിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഉപകാരപ്രദമായ ഒരു തരത്തിലേക്കാണ് ഈ ഒരു സംവിധാനം സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ അടൂർ, എൻ്റെ അറിവിൽ അടൂർ KSRTC കോർണറിൽ ഇത്തരം ഒരു ചെറിയ പാലം അത്യാവശ്യമാണ്. കാരണം ഭയങ്കര തിരക്കുള്ള സ്കൂൾ പിള്ളേരും അതുപോലെ KSRTC ബസ് കയറി വരുമ്പോഴും പ്രൈവറ്റ് ബസ് നിൽക്കുമ്പോഴൊക്കെ അത്യാവശ്യം തിരക്കുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മൾ അടൂർ ആ കോർണറിൽ ചെറിയൊരു ഫ്ലൈ ഓവർ സ്ഥാപിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതുപോലെ ഈ വയ്യാത്തവർക്ക് റൈറ്റ് സൈഡിലേക്ക്, വയ്യാത്തവർക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് സാധാ നടന്നു പോകുന്നവർക്ക് ഇതിലേക്ക് ചെറിയൊരു പാലം സജ്ജീകരിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ഈ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ലതാണ്. കാരണം ഹരിയാന, ഞാൻ ഒരുപാട് 22 ജില്ലകളിലെ ഫരീദാബാദിനെ വെറുക്കപ്പെട്ട ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല ചിന്താഗതിയോടുകൂടി ബുദ്ധിയുള്ള ആൾക്കാരാണ്, നല്ല ആണെന്ന് വിചാരിച്ചു. ഇപ്പം ഒരു വീൽ ചെയർ ഉരുട്ടി വരണം, അല്ലെങ്കിൽ എമർജൻസിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല. അങ്ങനെ ആൾക്കാർക്ക് സംവിധാനം ഒരുക്കുന്ന തരത്തിലേക്കാണ് ഈ പാത. ഞാൻ ഈ പാത ഉപയോഗിച്ച് താഴെ വരുമ്പോഴാണ് ശരിക്കും ഞാൻ ചിരിച്ചത് എന്താണെന്ന് കാണുന്നത്. അത്രത്തോളം 22 ജില്ലകളിൽ ഒരുപാട് സ്ഥലങ്ങൾ, ഈ പറഞ്ഞ ഗുഡ്ഗാവ് ഒക്കെ നമ്പർ 1 ആയത് ഈ ഫരീദാബാദ് എന്ന് പറയുന്നത് ഇത്രയ്ക്ക് വിവരം കെട്ടവരുടെ ഒരു ഹരിയാനയെ പറയിപ്പിക്കാനുള്ള ഒരു ജനതയുടെ സംസ്കാരമാണ്, ജനതയുടെ സ്ഥലമാണ്. നിങ്ങൾ നോക്കണം. ഞാനിങ്ങനെ കറങ്ങിയൊക്കെ വന്നപ്പോൾ നിങ്ങളും വിചാരിക്കും നമ്മുടെ വീഡിയോസൊക്കെ കാണും. ഇതാണ് ഓൾഡ് ഫരീദാബാദ് റെയിൽവേ സ്റ്റേഷൻ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഒരു എമർജൻസി, ഞാനൊരു വീൽ ചെയറിൽ ഒരു രോഗിയെ കൊണ്ട് വരികയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നു, ആ സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റാത്ത വീൽ ചെയർ രോഗിയെ കൊണ്ട് ഞാനിങ്ങനെ ഉരുട്ടി പുള്ളിയെ കൊണ്ട് ഇങ്ങനെ വരികയാണ്. നോർമലി സ്ഥലം, കാരണം ഒരു വീൽ ചെയർ രോഗിയെ കൊണ്ട് വരുന്ന പറ്റിയ സ്ഥലം, അല്ലെങ്കിൽ എന്തെങ്കിലും അല്ല ഒരാൾ വയ്യാതെ ഒരാളെ കൊണ്ട് വരുന്നൊരു സ്ഥലം. അപ്പം ആ രീതിയിലാണ് പണി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ വളരെ സ്നേഹം തോന്നി. നിങ്ങളിത് കണ്ടു നോക്കും. ഞാൻ ഈ വീൽ ചെയർ കൊണ്ട് രോഗിയെ കൊണ്ട് ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എന്തോ ചെയ്യണം? ഞാൻ ഈ വീൽ ചെയർ കൊണ്ട് വരുന്ന രോഗി ഇവിടെ കൊണ്ടുവന്ന് എന്തോ ചെയ്യണം? ഇത്രയ്ക്ക് വിവരം കെട്ടവും ആരുടെ നാടാ ഇതെന്ന് ആലോചിക്കും. ഇത്രയും കോടി രൂപ മുടക്കി ഇത് പണിഞ്ഞിട്ട് ഇവിടെ കാണിച്ചു വെച്ചേക്കുന്ന പരിപാടി കണ്ടു. ഞാൻ ഈ കൊണ്ടുവരുന്ന ആളെ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ നോക്ക്. അങ്ങനെ ആ കാഴ്ചയെ കണ്ട് ഞാൻ തിരിച്ച് നമ്മുടെ ഒരു രണ്ട് സുഹൃത്തുക്കൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അവിടെ വന്നു അവരെ കണ്ട് അകത്ത് വീഡിയോസൊന്നും പറ്റത്തില്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വേറൊരു കാഴ്ച കാണാനായത്. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ അതിൻ്റെ 2 ഫ്രണ്ട്സിനെ പോയി കണ്ട്, QRC എന്ന് പറയും ഹോസ്പിറ്റലിൻ്റെ പേര്. പഴയ QRC, ഇപ്പോൾ പുതിയ ഇതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഒരു പ്രകടനം ഞാൻ കാണാനായത്. കാരണം നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ റോഡ് മുഴുവൻ സ്തംഭിപ്പിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചൊരു രാഷ്ട്രീയ പ്രവർത്തനം ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിൽ കാണിക്കുന്ന, ഏത് രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ അത്തരത്തിൽ ഒരു കുറച്ച് മാന്യതയുണ്ട്. ഇവർ ഒരു റോഡിലേക്ക് വന്ന് റോഡിലേക്ക് കയറാതെ, ഹൈവേയിലേക്ക് അല്ലെങ്കിൽ റോഡുകളിലേക്ക് കയറാതെ ആ ഒരു മാർക്കറ്റിൽ മാത്രം ഒരു പ്രചരണം നടത്തുന്ന രീതിയാണ് കണ്ടത്. മറ്റ് ജനങ്ങൾക്കോ വാഹനങ്ങൾക്കോ തടസ്സമില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രചരണങ്ങളൊക്കെ. അപ്പോൾ അത് കണ്ട വളരെ സന്തോഷം തോന്നി. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കൂട്ടല്ല, നാട്ടിൽ നമ്മളെല്ലാവരും ഗതാഗതവും വാഹനവും ഒക്കെ തടസ്സപ്പെടുത്തിയാണ് നമ്മുടെ ഒരു പ്രചരണം. അത്തരത്തിലേക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഞാൻ എന്തായാലും നോർത്ത് ഇന്ത്യ വിടുകയാണ്. നാളെ മറ്റന്നാളിലേക്ക് ട്രെയിനാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ വസുദേവ കുടുംബം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.